നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സെലിബ്രിറ്റീസിനുണ്ടായ യഥാർത്ഥ പ്രേതാനുഭവങ്ങളെ പറ്റിയാണ്. നമ്മൾ ഇതിനു മുമ്പും പല പാർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിലാക്കിയത് ഒരു സെലിബ്രിറ്റി അല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനുണ്ടായ അനുഭവമാണ്. നമ്മുടെ സബ്സ്ക്രൈബറിന് ഇന്ന് 28 വയസ്സ് പ്രായമുണ്ട്. സംഭവം നടക്കുമ്പോൾ ഇദ്ദേഹം 10ാം ക്ലാസ്സിലായിരുന്നു. 10ാം ക്ലാസ്സിലെ ആദ്യത്തെ വെക്കേഷൻ ടൈമിൽ ഇദ്ദേഹം തന്റെ 3 ഫ്രണ്ട്സുമായി അടിച്ചു കുളിക്കാനായി പ്ലാൻ ചെയ്തിരുന്നു. മിക്ക വെക്കേഷനിലും ക്രിക്കറ്റ് കളിച്ചും സിനിമയ്ക്ക് പോയുമാണ് അവർ സമയം കളഞ്ഞിരുന്നത്. ഇത്തവണ വെക്കേഷൻ ആയപ്പോൾ ഇവരുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അതായത് തന്റെ ഒരു കസിന്റെ വീടുണ്ട്, ഈ വെക്കേഷനിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാമെന്ന്. കസിന്റെ വീട്ടിലുണ്ടായിരുന്നവർ എല്ലാവരും ഗൾഫിലാണ്. 3 വർഷം മുമ്പാണ് പോയത്. വീടിന്റെ താക്കോല് ഈ ഫ്രണ്ടിന്റെ വീട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം കസിന്റെ വീടും ഫ്രണ്ടിന്റെ വീടും തമ്മിൽ 6 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ കസിന്റെ വീട് ഒരു പഴയ വീടാണ്. ഇവരിൽ 2 ഫ്രണ്ട്സ് ആദ്യം പോയി വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ശേഷം തിരിച്ചു വന്നു. പിറ്റേ ദിവസം വൈകിട്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ അടക്കം 4 പേരും ഒരുമിച്ച് പോകുന്നത്. അങ്ങനെയായിരുന്നു പ്ലാൻ. ഇങ്ങനെ 2 ദിവസം സ്റ്റേ. ഇവരെല്ലാരും വീട്ടിൽ ചോദിച്ചിരുന്നു. പലരെയും 2 ദിവസവും സമ്മതിച്ചു. പക്ഷേ നമ്മുടെ സബ്സ്ക്രൈബറിന് 1 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കയറണമെന്ന് പറഞ്ഞു. ഇവർ നാളെ വൈകിട്ട് പോയി പിറ്റേ ദിവസം ഫുൾ അവിടെ സ്റ്റേ ചെയ്തത്. അതിന്റെ പിറ്റേ ദിവസം വൈകിട്ട് വരാനായിരുന്നു പ്ലാൻ. അങ്ങനെ നോക്കിയാൽ ഏകദേശം 2 ദിവസം കിട്ടി. അങ്ങനെ ഇവർ ബാഗെല്ലാം എടുത്തു പോയി. ഒരു 5 മണി ടൈമിലാണ് അവിടെ എത്തിയത്. ഒരു ഓടിട്ട സാധാരണ വീടായിരുന്നു. ഈ വീടൽപ്പം ഉള്ളിലോട്ട് കയറിയിട്ടാണ്. പെട്ടെന്ന് ഈ ഒരു വീട് അങ്ങനെ ആരും കാണില്ല. അടുത്ത് തന്നെ ഒരുപാട് മരങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇവർ ബാഗെല്ലാം എടുത്ത് വീടിന്റെ അകത്ത് വെച്ച് കുറെ നേരം സംസാരിച്ചിരുന്നു. ഇവരുടെ ഫ്രണ്ട് ഒരു ഇംഗ്ലീഷ് സിനിമയുടെ CD കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഹൊറർ സിനിമ. നമ്മുടെ ഈവിൾ ഡെഡ് സിനിമയുടെ 80-ൽ പുറത്തിറങ്ങിയ ഒരു പഴയ വെർഷനാണ് അവർ കണ്ടതെന്ന് പറയും. ഇവരുടെ ഫ്രണ്ടിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവരെ എങ്ങനെയെങ്കിലും ഈ ദിവസം മുഴുവനായി ഒന്ന് ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. സിനിമ കണ്ട് നമ്മുടെ സബ്സ്ക്രൈബർ അത്ര പേടിച്ചില്ലെങ്കിലും ശേഷം ഫ്രണ്ട് പറഞ്ഞ ഒരു കഥ കേട്ട് അത്യാവശ്യം പേടിയായി. ഇവരുടെ വീടിന്റെ അടുത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു വീടുണ്ട്. പിന്നെ വീടുകളുള്ളത് വീടിന്റെ ബാക്ക് വശത്ത് അത്യാവശ്യം അകന്നാണ്. ഫ്രണ്ടിലുള്ള വീട് ഒരു വാർക്ക് വീടാണ്. ആ വീട്ടിലാരും താമസമില്ല. ഒരുപാട് പട്ടികളുടെ കുറയെല്ലാം ആ ഭാഗത്തിൽ നിന്ന് ഇവർ എപ്പോഴും കേൾക്കാറുണ്ടായിരുന്നു. ആരുമില്ലാത്തതുകൊണ്ട് തന്നെ വീടിന്റെ വരാന്ത സൈഡിൽ 2-3 പട്ടികളും കിടക്കാറുണ്ട്. ഇവരുടെ ഫ്രണ്ട് പറഞ്ഞ കഥ ആ ഒരു വീടിനെ പറ്റിയാണ്. ആ വീട് ആദ്യം വാടകയ്ക്ക് കൊടുക്കുമായിരുന്നു. ഒരുപാട് ആളുകൾ മാറി മാറി താമസിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ 7 വർഷമായി ഈ വീടാരും എടുത്തിട്ടില്ല. അവസാനം താമസിച്ചത് സുധാകരൻ എന്നൊരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹം ഭാര്യയുമായി വഴക്കിട്ട് ഈ ഒരു വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഇദ്ദേഹം ജീവിച്ചിരുന്ന ടൈമിൽ ആ വീട്ടിൽ വെച്ച് തന്നെ ബാക്കി വരുന്ന ഫുഡെല്ലാം അവിടെ വന്നിരുന്ന തെരുവ് പട്ടികൾക്ക് കൊടുത്തിരുന്നതാണ്. ഇദ്ദേഹം കൂടുതൽ കുടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം ഭാര്യയുമായി വഴക്കിട്ട് വന്ന് ഈ വീട്ടിൽ വന്ന് കെട്ടിത്തൂങ്ങിച്ചെത്തു. പിന്നീട് ആരും ഈ ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടില്ല. ഫ്രണ്ട് പറഞ്ഞ കഥ റിയനായ സംഭവമാണെന്ന് നമ്മുടെ സബ്സ്ക്രൈബറിന് മനസ്സിലായി. കാരണം ഈ പറഞ്ഞ സുധാകരൻ എന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ ഫ്രണ്ടായിരുന്നു. ഒരു സൈക്കിൾ കട നടത്തിയിരുന്ന ആളാണ്. ഇദ്ദേഹത്തെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ ഇദ്ദേഹം ഒരു വീട്ടിൽ വെച്ച് കെട്ടിത്തൂങ്ങി മരിച്ചുവെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആ ടൈമിലെ അറിഞ്ഞതാണ്. പക്ഷെ അത് ഈ ഒരു വീടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഈ കഥ കേട്ട് ഏറ്റവും പേടിച്ചത് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. കാരണം ബാക്കി 3 ഫ്രണ്ട്സിനും ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല. ആ വ്യക്തിയെ നേരിട്ട് കണ്ടിട്ടുണ്ട്. വളരെ ഉയരമുള്ള തടിച്ച താടിയെല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ എപ്പോഴും ചുവന്നാണോ ഉണ്ടാവാറ്, കുടിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. കുട്ടികളെ കാണുമ്പോഴെല്ലാം അദ്ദേഹം ഭയപ്പെടുത്തുന്ന രീതിയിൽ ചിരിക്കുമായിരുന്നു. ഒരു തമാശക്ക് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ഹോബിയായിരുന്നു അത്. ഇതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബറിന് ഇദ്ദേഹത്തെ ഇത്രയും ഓർമ്മ. അങ്ങനെ ഒരു 10:30 ടൈമായി. ആ വീടിന്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നോർമലി നമ്മൾ കാണുന്ന ബ്രൗൺ നിറത്തിലുള്ള തെരുവോട്ടികൾ 3 എണ്ണം കിടക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും ഉറങ്ങാൻ കിടന്നു. നമ്മുടെ സബ്സ്ക്രൈബർ ഇതെല്ലാം ആലോചിച്ച് അങ്ങനെ കിടന്നാൽ ഇപ്പം വൈകിയാണ് ഉറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ അവർ മാങ്ങ പൊട്ടിച്ചു ഡ്യുവൻ എന്നൊരു സിനിമ കണ്ടുമാണ് സമയം കളഞ്ഞത്. അങ്ങനെ ടൈം രാത്രി 7:45 2 കൂട്ടുകാർ മാഗി വാങ്ങാൻ പോയി. നമ്മുടെ സബ്സ്ക്രൈബറും മറ്റൊരു ഫ്രണ്ടുമാണ് വീട്ടിലുള്ളത്. ഇവർ 2 പേരും പണ്ടത്തെ മാഡ് മാക്സ് 2 സിനിമയുടെ CD ഇടാൻ നോക്കുകയായിരുന്നു. പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് വീടിന്റെ പുറത്തായി ചെറിയൊരു പട്ടിക്കുഞ്ഞിനെ കണ്ടപ്പോൾ അതിനെ കാണാൻ പോയി. ഫ്രണ്ട് പോയിട്ട് കുറെ നേരമായപ്പോൾ ഇദ്ദേഹം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. പട്ടികൾ നന്നായി കുറയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് നോക്കിയപ്പോൾ പട്ടികൾ എന്തിനോ കണ്ടാണ് കുറയ്ക്കുന്നത്. ആ വീടിന്റെ വരാന്തയിലേക്ക് നോക്കി കുറച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ആ വീടിന്റെ ഫ്രണ്ടിലായി ആരോ ഇരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫ്രണ്ട് ആയിരുന്നില്ല, കാരണം അത് മുണ്ടെടുത്ത വ്യക്തിയാണ്. കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്നപ്പോൾ ആരോ ഉച്ചത്തിന് ചിരിക്കുന്ന ശബ്ദം കേട്ടു. ഇദ്ദേഹം നിലവിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് ഓടി. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് പെട്ടെന്ന് വീടിന്റെ ബാക്ക് വശത്തൂടെ കയറുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു കാര്യം പറയുകയും ഇവർ 2 പേരും ചേർന്ന് ആ വീടിന്റെ മുൻവശത്തേക്ക് നോക്കുകയും ചെയ്തു. നോക്കിയപ്പോൾ പട്ടികൾ കുറയ്ക്കുന്നുണ്ട്, പക്ഷെ ആരെയും കാണുന്നില്ല. കൂടെയുള്ള ഫ്രണ്ടിന് എന്തോ ഒരു ശബ്ദം ആ വീട്ടിൽ നിന്ന് കേട്ടതുപോലെ ഫീൽ ചെയ്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സും വന്നു. കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞപ്പോൾ അവർക്കൊന്നും വിശ്വാസമായില്ല. കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിന് ശബ്ദം കേട്ടോ കേട്ടില്ല എന്ന് ഒരു ഡൗട്ടാണ്.
ആ ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിലെത്തി വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയപ്പോഴാണ് അല്പം ഒന്ന് ആശ്വാസമായത് എന്നാണ് നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നത്. ഇപ്പോൾ 28 വയസ്സുണ്ട്. തനിക്കെന്ന് സംഭവിച്ചത് ഒരു ഹാലോസിനേഷൻ ആയിരിക്കാമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അടുത്തത് മൈക്കിൾ ജാക്സനാണ്. ഇത് മൈക്കിൾ ജാക്സൺ ഉണ്ടായ അനുഭവമല്ല. ഇത് മൈക്കിൾ ജാക്സനെ പറ്റിയുള്ള അമേരിക്കക്കാർക്കിടയിലെ ഒരു സ്റ്റോറിയാണ്. കാലിഫോർണിയയിലാണ് മൈക്കിൾ ജാക്സന്റെ നെവർലാൻഡ് ഓറഞ്ച് എന്ന ബംഗ്ലാവ് ഉള്ളത്. 1987 $20 മില്യൺ 12,000 ചതുരശ്ര അടിയിലാണ് ഈ ഒരു ബംഗ്ലാവ് നിർമ്മിച്ചത്. തുടർന്നുണ്ടായ 15 വർഷവും 2700 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ബംഗ്ലാവിലായിരുന്നു മൈക്കിൾ ജാക്സന്റെ താമസം. ഇവിടെ താമസിച്ചപ്പോഴായിരുന്നു മൈക്കിൾ ജാക്സന് കരിയറിലെ ഭൂരിഭാഗം ഹിറ്റുകളും ഉണ്ടാക്കാൻ സാധിച്ചത്. 2009 മൈക്കിൾ ജാക്സൺ മരണപ്പെട്ടപ്പോൾ മൈക്കിൾ ജാക്സൺ താമസിച്ച വീടെന്ന നിലയിൽ ഈ വീടിന്റെ മൂല്യം വളരെയധികം ഉയർന്നു, 100 ബില്യണായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൈക്കിൾ ജാക്സന്റെ പ്രേതം ആ വീട്ടിലുണ്ടെന്ന രീതിയിൽ പലതരം വീഡിയോസ് വൈറലായത്. അന്ന് വളരെ പോപ്പുലറായ ഒരു വീഡിയോ ആണ്. Inside Michael Jackson's bedroom suite with Miko Brano, our tour guide here, and you're looking at the doors, and you can see the locks on the doors. Miko, privacy was key in this room, obviously. Yeah, he liked his privacy. When the doors were open, it was okay, but when he wanted his privacy, he had his privacy. This is one of the bathrooms. ഇതെല്ലാം എഡിറ്റ് ചെയ്ത ഫേക്ക് വീഡിയോസ് ആണെങ്കിലും അമേരിക്കക്കാർക്കിടയിൽ വലിയൊരു സംഭവമായിരുന്നു. പിന്നീട് ഈ ഒരു വീട് ആരും വാങ്ങിയില്ല. യഥാർത്ഥത്തിൽ ഇത് വീടിന്റെ വില കുറയ്ക്കാനുള്ള പല ആളുകളുടെയും ടെക്നിക്കായിരുന്നു. അങ്ങനെ $22 മില്യൺ 2020 ഈ ഒരു വീട് വിറ്റത്. അടുത്തത് മഞ്ജു വാര്യറാണ്. അനിഷ്ടങ്ങളല്ല, ഇതൊക്കെ ഭയങ്കര വിചിത്രങ്ങൾ, ഇതൊക്കെ വളരെ പ്രഷ്യസ് ആണ്. ഇതൊക്കെ വേറെ എവിടെയും കിട്ടില്ല. ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടു, തുടങ്ങിയപ്പോ തൊട്ട് എന്തൊക്കെയോ അവിടെ എവിടെയൊക്കെ ഇതേപോലെ ഇഷ്ടം പോലെ അനുഭവങ്ങൾ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. പലരുടെയും ഇതേപോലെ ഒരു പെയിന്റിംഗ് ഒക്കെ ഷൂട്ടിംഗ് നടക്കുന്ന ഒരു സീനിൽ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഫ്രെയിമിലുണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് വന്നു വീണു. പിന്നെ പലരുടെയും ഇതേപോലെ ഫോണുകൾക്ക് പല തകരാറുകൾ ഉണ്ടായി, ഫോണുകൾ വർക്ക് ചെയ്യാതായി. എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. നൈറ്റ് ആയിരുന്നു ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നത് എനിക്കൊക്കെ ബേസിക്കലി ഇത്തിരി പേടിയുള്ള ആളാണ് പ്രേതം എന്ന് പറയുമ്പോൾ. അപ്പം ഇങ്ങനെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഉള്ളൊരു ടെൻഷനായിരുന്നു. അപ്പൊ ഇവിടെയും അങ്ങനെ വന്നപ്പോ എനിക്ക് ഉറപ്പായി. എവിടെ ലൊക്കേഷനില് ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഫോണുകൾ വർക്ക് ചെയ്യാതാവുമായിരുന്നു. ചില സമയത്തൊക്കെ ചില പ്രത്യേക സമയങ്ങളിൽ ഫോണുകൾ, എല്ലാവരുടെ ഫോണുകളും പെട്ടെന്ന് ഔട്ട് ഓഫ് റേഞ്ച് ആവുന്നു, ഫോണുകൾ പെട്ടെന്ന് ഓഫ് ആവുന്നു. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഇഷ്ടംപോലെ, അത് പലർക്കും സാക്ഷി പറയാനും ഉണ്ടാവും. എനിക്ക് ഒരു പ്രാവശ്യം ഉണ്ടായി, പെട്ടെന്ന് ഫോൺ ഹാങ് ആവുകയൊക്കെ ചെയ്തിരുന്നു.